റൈറ്റ് ചെയ്യണം മക്കളെ. മോഡൽ എക്സാം 2025 മാത്സിൻ്റെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ മക്കളെ. അത് എഴുതി വെച്ചതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണുക. കാരണം നിർബന്ധമായിട്ടും അത് പഠിക്കുക എന്നുള്ളത്, ആ മോഡൽ ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. സോ അത് പഠിച്ചോണം കേട്ടോ. സോ 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ടിനകത്ത് 8 ക്വസ്റ്റ്യൻ ആണ്, അതിനകത്ത് 6 എഴുതിയാൽ മതി. സോ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് 4 എലമെന്റ്സ് ഈസ്. മക്കളെ അവർ ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. ഇത് സബ്സെറ്റിൻ്റെ എണ്ണമല്ല ചോദിച്ചത്, പ്രോപ്പർ സബ്സെറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാണ് എന്താണ് പ്രോപ്പർ സബ്സെറ്റ്. 4 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഞാൻ ജസ്റ്റ് നിങ്ങളൊക്കെ പറയുവാണ് എന്താണ് ഈ പ്രോപ്പർ സബ്സെറ്റും ഇംപ്രോപ്പർ സബ്സെറ്റും എന്ന് പറയുവാണേ. അറിയാമയത്തൊരു നോട്ട് ചെയ്തോ. പ്രോപ്പർ സബ്സെറ്റും ഇംപ്രോപ്പർ സബ്സെറ്റും. പ്രോപ്പർ അല്ലാത്തതിനാണ് ഇംപ്രോപ്പർ എന്ന് പറയുന്നത്. ഇവിടെ മക്കളെ സെറ്റ് 1 2 എ എന്ന് പറയുന്ന സെറ്റ്. സോ ഇതിൻ്റെ സബ്സെറ്റ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? സബ്സെറ്റ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ എഴുതുന്നത് തന്നിരിക്കുന്ന സെറ്റ് എഴുതും, പിന്നെ നൾ സെറ്റ് എഴുതും, പിന്നെ ഓരോന്നിനെ സെറ്റ് ആക്കും അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്. ടോട്ടൽ സബ്സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n നമുക്കറിയാം. സോ ഇവിടെ 2 എന്ന് പറയുമ്പോൾ 4, 4 എണ്ണം ഉണ്ട് അല്ലേടാ. ഇതാണ് ഇംപ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ. എടാ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന സെറ്റ് ഉൾപ്പെടത്തില്ല, ബാക്കിയുള്ള സെറ്റ്സുകൾ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. നമ്മളിപ്പോൾ സാധാരണ എഴുതുന്നത് സബ്സെറ്റുകൾ എഴുതാൻ പറയുമ്പോൾ എല്ലാ സെറ്റുകളും എഴുതും, ഓക്കെ. പക്ഷേ പ്രോപ്പർ സബ്സെറ്റ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സ്വന്തമായിട്ടുള്ള സെറ്റില്ലേ അത് ഉൾപ്പെടത്തില്ല, അതൊഴിച്ച് ബാക്കിയുള്ള 3 വരത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണേൽ നോട്ട് ചെയ്തോ. ടോട്ടൽ നമ്പർ ഓഫ് ഇംപ്രോപ്പർ സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ് ഈക്വൽ ടു 2n നിന്ന് 1 കുറച്ചാൽ മതി. 2n നിന്ന് 1 കുറച്ചാൽ മതി എന്നാണ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായല്ലോ. സോ ഇതാണ് പ്രോപ്പറും ഇംപ്രോപ്പറും തമ്മിലുള്ള വ്യത്യാസം. സോ ഇത് എഴുതി നിങ്ങൾ ബോക്സിലിട്ട് വെച്ചോളൂ കേട്ടോ. എഴുതി ബോക്സിലിട്ട് വെച്ചോളൂ മക്കളെ. പ്രോപ്പറും ഇംപ്രോപ്പറും തമ്മിലുള്ള വ്യത്യാസം. ഇത് ടോട്ടൽ സാധാരണ ഇംപ്രോപ്പർ സബ്സെറ്റ് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇംപ്രോപ്പർ ആണ്. സോ തന്നിരിക്കുന്ന സെറ്റും കൂടെ ഉൾപ്പെടും. പക്ഷേ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന സെറ്റ് ഉൾപ്പെടത്തില്ല, അതിൽ നിന്ന് 1 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ 4 എണ്ണം ആണെങ്കിൽ 4 എണ്ണത്തിൽ ഈ 1 എണ്ണം കുറച്ച് ബാക്കി 3 എണ്ണം. അപ്പോൾ ഇവിടെ 4 എലമെന്റ്സ് ഉള്ള സെറ്റിൻ്റെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ 2n ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് 1 കുറയ്ക്കണം. സോ 2n - 1 എന്ന് പറയുമ്പോൾ ഇവിടെ 2⁴ - 1 എന്ന് എഴുതണം. എന്ന് പറയുമ്പോൾ 2⁴ 16, 16 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 15 എണ്ണമാണ് ഇവിടുത്തെ ആൻസർ. മിക്കവരും 16 എണ്ണം എഴുതി കാണും, തെറ്റാണ്. എല്ലാവരും 16 എണ്ണം എഴുതി കാണാനാണ് ചാൻസ് കൂടുതൽ. സോ അത് സബ്സെറ്റുകളുടെ എണ്ണമാണ്. കണ്ടല്ലോ, അവർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചോദിച്ചിരിക്കുക കേട്ടോ. കൺസിഡർ ദി സെറ്റ് x such that x is a letter in the word mathematics. സോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് സെറ്റിനകത്ത് കേട്ടോ. സോ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് എടുത്ത് എഴുതാം. എ എന്ന് പറയുന്ന സെറ്റ് എടുത്ത് എഴുതുവാണെങ്കിൽ മക്കളെ, എ സെക്കൻഡിൻ്റെ ആൻസർ ആണ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിനെ സെറ്റാക്കി എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് സെറ്റാക്കി എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? M, A, T, H, E, പിന്നെ M എഴുതല്ലേ, റിപ്പീറ്റ് ചെയ്യരുത്. കണ്ടല്ലോ, MA THE, M ഇല്ല, A ഇല്ല, മാത്തമാറ്റിക്സ്, T ഇല്ല, ICS, മാത്തമാറ്റിക്സ്. ഓക്കെ, ഇങ്ങനെ വേണം സെറ്റായിട്ട് എഴുതാൻ. അടുത്തത് ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഫിസിക്സ്. സോ ബി എന്ന് പറയുന്ന സെറ്റ് ഫിസിക്സ്. PHYSICS ഇല്ല അല്ലേ, ഒരു പ്രാവശ്യം എഴുതിയല്ലോ. സോ ഫിസിക്സ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വരല്ലോ മക്കൾ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ എയും ബിയും എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ച A യൂണിയൻ B കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A യൂണിയൻ B. സോ ഫസ്റ്റത്തത് A യൂണിയൻ B, A പാർട്ട്. A യൂണിയൻ B കണ്ടുപിടിക്കാനാണ്. രണ്ടും കൂടെ ചേർത്തങ്ങ് എഴുതിക്കേ. സോ ആദ്യം ഞാൻ എയിലെ എലമെൻറ്റ്സ് എഴുതുന്നു. MATHEICS. ആദ്യം എയിലെ എലമെൻറ്റ്സ് മൊത്തം എഴുതുന്നു. ഇനി ബിയിലെ എലമെൻറ്റ്സ് എഴുതാം.
പി റിപ്പീറ്റ് ചെയ്യല്ലേ, പി എഴുതി, എച്ച് ഇവിടെ ഓൾറെഡി ഉണ്ട്, സോ അത് എഴുതണ്ട. പിന്നെ വൈ എഴുതാം, എസ് വേണ്ട, അപ്പം ഞാൻ പി എഴുതി, എച്ച് വേണ്ട, എച്ച് ഇവിടെ ഉണ്ട്, സോ വൈ എഴുതി, പിയും വൈയും മാത്രമേ ഉള്ളൂ അല്ലേ, എസ് വൈ സി ഇവിടെ ഉണ്ട്, അപ്പോൾ പിയും വൈയും മാത്രം എക്സ്ട്രാ എഴുതിയാൽ മതി അല്ലടാ മക്കളെ. യെസ്, അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി. അടുത്ത ബി പാർട്ട് എന്താ? ബി പാർട്ട് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി സാധാരണ നമ്പേഴ്സാണ് ഇവിടെ ചോദിക്കുന്നത്, അതിന് പകരം ഇവിടെ ലെറ്റേഴ്സ് വെച്ചാണ് ചോദിച്ചത് കേട്ടോ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എക്കകത്തും ബിക്കകത്തും കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാടാ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഐ സി എസ് ഉണ്ട്, ഐയും സിയും എസും ഉണ്ട്, പിന്നെ ഏതാ? എച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെടുത്ത് എഴുതിക്ക്, എച്ച് ഐ സി എസ്, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി സി പാർട്ട് എന്താണ്? എ മൈനസ് ബി ആണ് ചോദിച്ചത്, എ മൈനസ് ബി. സാധാരണ ബാക്കിയെല്ലാം പഴയ പോലെ ഈ സംഭവങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ കാര്യം കേട്ടോ. എ മൈനസ് ബി, എയിൽ നിന്ന് ബിയെ കളയുക. അപ്പോൾ എയിൽ നിന്ന് നമ്മൾ ഈ ബിയിലെ ചില എലമെൻസിൻ്റെ അകത്ത് കയറിയിപ്പില്ല, ഏതൊക്കെയാണ്? എച്ചും ഐയും സിയും എസും കളയുക, ബാക്കിയുള്ളത് എം എ ടി ഇ അല്ലേ, സോ എം എ ടി ഇ. കിട്ടിയോടാ മക്കളെ? കിട്ടിയോ? ഇതാണ് കറക്റ്റ് ആൻസർ. കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു, കാരണം അത് എത്ര മാർക്കാണ്? 3 മാർക്കാണ് അതിന്, മറ്റേതിന് 1 മാർക്ക്. സോ ടോട്ടൽ 4 മാർക്കാണ് ഇതിനകത്ത് നിന്ന് ചോദിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. മക്കളെ 10ാമത്തെ ക്വസ്റ്റ്യൻ പലർക്കും തെറ്റിക്കാണും, ചിലർക്ക്, കാരണം എൻ്റെ കുട്ടികൾ പറഞ്ഞത് പ്രകാരം മിക്ക കുട്ടികളും പറഞ്ഞത് സെയിം ആൻസർ തന്നെയാണ്. അവർ പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസറായിട്ട്. പക്ഷെ അതല്ല അതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് ഞാൻ പറയാം. അതിന് മുമ്പ് കൺസെപ്റ്റ് ഞാൻ പറയാം. ഫംഗ്ഷൻ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചത്. മക്കളെ ഫംഗ്ഷൻ ഒരു ഗ്രാഫിൽ നിന്ന് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന്, അല്ലാതെ നമുക്ക് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഇത് ഗ്രാഫിൽ നിന്ന് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്, വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ശരിക്കും ഇത് ലാബിനകത്താണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ പ്രോബ്ലത്തിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, തിയറി പാർട്ടിലാണ് യൂസ് ചെയ്യാറില്ല, കാരണം തിയററ്റിക്കലി ആണല്ലോ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഗ്രാഫ് തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു വെച്ചോണം, വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. അപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട്, വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇങ്ങനെയുള്ള താഴത്തേക്കൊരു വര വരയ്ക്കുമ്പോൾ ഗ്രാഫിലെ 2 പോയിന്റ്സ് ഗ്രാഫുമായിട്ട് 2 പോയിന്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. ഓക്കെ, നിങ്ങൾക്ക് വേണേൽ എഴുതി വെക്കാം. എന്തെഴുതാറ് ഇവിടെ? ഇഫ് ദ ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇഫ് മലയാളത്തിൽ വേണേൽ മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ. ഇഫ് ദ ലൈൻ മീറ്റ്സ് more than 1 points, more than 1 points with f function f of x, അങ്ങനെയാണെങ്കിൽ then it is not a function. It is not a function. ഇവിടെ എന്താണ്? more than 1 points, ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ നമ്മൾ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഗ്രാഫുമായിട്ട് ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ദേ ആദ്യം ഇതെടുത്ത് നോക്കാം. ഞാനിവിടെ ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, എവിടെ വരച്ചാലും ഈ ഗ്രാഫുമായിട്ട് ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. ദേ ഇവിടെ ഒരു സ്ഥലത്തേ മുട്ടത്തുള്ളൂ ഗ്രാഫുമായിട്ട്. എങ്ങനെ വരച്ചാലും ഇത് ഇവിടെ വരണം. അടുത്ത ലൈൻ വരച്ചു, ഇവിടെ വരണം. എവിടെ വരച്ചാലും ഒരു പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ ഗ്രാഫ്. സോ ഇത് ഫംഗ്ഷൻ ആണ്. അടുത്ത ഇത് ഇവിടെ വരച്ചു, ഒരു സ്ഥലത്തേ ഉള്ളൂ. ഇവിടെ വരച്ചു, ഒരു സ്ഥലത്തേ മുട്ടത്തുള്ളൂ. ഇവിടെ വരച്ചു, ഒരു സ്ഥലത്തേ ഉള്ളൂ. ഇവിടെ വരച്ചു, ഒരു സ്ഥലത്തേ ഉള്ളൂ. സോ കാണുമ്പോഴേ മനസ്സിലാവും അതും ഫംഗ്ഷനാണ്. അടുത്ത ഇതോ, യെസ്, ഒരെണ്ണേ ഉള്ളൂ. എവിടെ വരച്ചാലും ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ വരയ്ക്കുമ്പോഴും ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ വരയ്ക്കുമ്പോഴും ഒരെണ്ണേ ഉള്ളൂ. എങ്ങനെ വരച്ചാലും ഒരു പോയിന്റിലെ ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യത്തുള്ളൂ. സോ അതും ഫംഗ്ഷനാണ്. ഇവിടെ നോക്കിയടാ, അപ്പോഴേ പോയി അല്ലേ. താഴത്തേക്ക് വരയ്ക്കുമ്പോൾ നോക്കിയടാ മക്കളെ, ഒന്നിൽ കൂടുതൽ പോയിന്റ്സ്, 2, 3, 4, ഒരു പോയിന്റ് കൂടുതൽ ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഫംഗ്ഷൻ അല്ലാത്തത് ഇവിടെയാണ്. ഏതാണ്? ഒന്നാമത്തെ ആൻസർ സി ആണ്. സോ ഫസ്റ്റത്തെ ആൻസർ സി ആണ് കേട്ടോ. ഫസ്റ്റത്തെ ആൻസർ സി ആണ്. സി എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫാണ് ഫംഗ്ഷൻ അല്ലാത്തത്. ഓക്കെ, കൂടുതലൊന്നും അറിയേണ്ട, വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഗ്രാഫ് ഇൻ എ. എ എന്ന് പറയുന്നത് എന്തിൻ്റെ ഗ്രാഫാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ലേ. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്, അതിൻ്റെ ഡൊമൈനും റേഞ്ചും എന്തായിരിക്കും? സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫിനകത്ത് ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കും. കാരണം
ഡൊമൈൻ എന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഈ ഗ്രാഫ് നിലനിൽക്കുന്ന എക്സുകൾ -3 ഗ്രാഫ് ഉണ്ട്, -2 -1 0 1 2 3 എല്ലായിടത്തും ഗ്രാഫ് ഉണ്ട്. സോ ഡൊമൈൻ റിയൽ നമ്പർ ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് y ആക്സിസിനെ നോക്കുക. ഗ്രാഫ് നിൽക്കുന്ന വൈയിലെ പോയിന്റ്സ്, ഇവിടെ ഗ്രാഫ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? റേഞ്ച് എന്ന് പറയുന്നത് y ആക്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ റേഞ്ച്. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അത് ഇവിടെയുണ്ട്. എവിടെയാണ്? -1 ഒരെണ്ണം. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ശരിക്കും ഈ ഗ്രാഫിനകത്ത് ഇവിടെ ഒരു ഡോട്ടും കൂടെ വരേണ്ടതാണ് കേട്ടോ. കാരണം ഇവിടെ ഒരു ഡോട്ടും കൂടെ ഉണ്ട്. അത് സിഗ്നം ഫംഗ്ഷൻ്റെ ആണ്. ഇവിടെ പ്രിന്റ് മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ. ഇവിടെ ഒരു ഡോട്ടും കൂടെ ഉണ്ട് കേട്ടോ മക്കളെ. സോ ഇവിടെ ഉണ്ട്, 0 വരും. ഇവിടെ ഒരു ഷെയ്ഡ് പോർഷനും കൂടെ വരേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൂടെ വരയ്ക്കേണ്ടതാണ് അവർ. ഓക്കെ, അപ്പോൾ ഇവിടെയും വരും, 0 പിന്നെ 1 അപ്പോൾ -1 0 1 എന്നുള്ളതാണ് റേഞ്ച്. സോ റേഞ്ച് എന്ന് പറയുമ്പോൾ സെറ്റിനകത്ത് -1 0 1. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത് പഠിക്കാനുള്ളതാണ്, പഠിച്ചോണം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി ഇക്വേഷൻ ഇൻ വിച്ച് ദ ഗ്രാഫ് ബി റെപ്രസെന്റ്. ബി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഇക്വേഷൻ എഴുതാനാണ് മക്കളെ. 0 കടന്നു പോകുന്നതും പൈയുടെ മൾട്ടിപ്പിളിലൂടെ കടന്നു പോകുന്നതുമായിട്ടുള്ള ഗ്രാഫ് സൈൻ എക്സിന്റെ ഗ്രാഫാണ്. സോ ഇതിന്റെ ഇക്വേഷൻ മൂന്നാമത്തെ ആൻസർ സൈൻ എക്സ്. ഓക്കെ, സൈൻ എക്സിന്റെ ഗ്രാഫാണ് മൂന്നാമത് തന്നിരിക്കുന്നത്. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. 3 അല്ലല്ലോ, 4 മാർക്ക് അല്ലേ? 4 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് നമ്പറിൽ നിന്ന് 4 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. സോ അതാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? z = 1 + 2i. അങ്ങനെയാണെങ്കിൽ മോഡ് z സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡ് z സ്ക്വയർ. സോ മോഡ് z എന്ന് പറയുമ്പോൾ എന്താടാ? മോഡ് z മോഡുലസ് z എന്ന് പറയുമ്പോൾ √a² + b² എന്നാണ്. എന്ന് പറയുമ്പോൾ √a², a എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ 1, b² എന്ന് പറയുമ്പോൾ b 2. സോ 1² + 2². എത്ര കിട്ടും? √1 + 4. സോ √5 മോഡ് z. നമ്മളോട് ചോദിച്ചത് മോഡ് z സ്ക്വയർ ആണ്. സോ √5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5. ഫസ്റ്റത്തെ ആൻസർ 5 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1 + i 1 - i അതിൻ്റെ റിയൽ പാർട്ട് എഴുതുക, പിന്നെ വെരിഫൈ ചെയ്യുക. ഓക്കെ, എഴുതാം. z = അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലേ? z = 1 + i / 1 - i 1 + i / 1 - i. മക്കൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 - i 1 + i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? 1 + i ഹോൾ സ്ക്വയർ എന്ന് വരും. ഇന്നലെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. താഴത്തെ എന്ത് വരും? 1 + i 1 - i കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ a² - b². സോ a² - b² i². സോ ഇതെന്ത് വരും? a². a + b ഹോൾ സ്ക്വയർ അല്ലേ ഇത്? a + b ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാം? ഓപ്പൺ ചെയ്യാം. a² + 2ab + 2ab + b² എന്ന് പറയുമ്പോൾ i² ബൈ താഴത്ത് 1² 1 തന്നെ, i² -1 ആണ്. സോ +1 വരും. അപ്പോൾ ഇതെന്ത് വരും? 1 + 2i i² -1 ആണ്. സോ -1 ബൈ 1 + 1 2. 1 -1 കൂടെ കട്ട് ചെയ്ത് കളയാം. സോ 2i / 2. സോ ആൻസർ i കിട്ടും. സോ ചോദിച്ചത് എന്താണ്? റൈറ്റ് ദ റിയൽ പാർട്ട് ഓഫ് z. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാടാ? i കിട്ടിയല്ലേ? സോ z = നമുക്ക് 0 + i എന്ന് എഴുതാം. ഇതാണ് a + ib ഫോം. പിന്നെ അത് റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് എന്ന് പറയുന്നത് i ഇല്ലാത്ത ടേം. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് i ഉള്ള ആ ടേം 1 ആണ് ഇവിടെ ഇമാജിനറി. റിയൽ പാർട്ട് 0. സോ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ 0 ആണ്. അവിടെ റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് = 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെരിഫൈ ദാറ്റ് മോഡ് z = മോഡ് z⁻. ഓക്കെ, മോഡ് z കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ z എന്ത് കിട്ടി? i കിട്ടിയില്ലേ? സോ z = i. സോ z⁻ എന്ത് വരുവാടാ? z⁻ എന്ന് പറയുന്നത് -i അല്ലേ? z⁻ -i. ഇപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? മോഡ് z. വെരിഫൈ ദാറ്റ് മോഡ് z = z⁻ എന്ന് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അവർ ചോദിച്ചത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? വെരിഫൈ ദാറ്റ് മോഡ് z = z⁻. ഓക്കെ, അപ്പോൾ ഇവിടെ മോഡ് z എന്ന് പറയുമ്പോൾ മക്കളെ ബി പാർട്ടല്ലേ? നോക്കിക്കോണേ. മോഡ് z
മോഡ് ഇസഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ എന്താണ്? 0, കാരണം ഇത് 0 പ്ലസ് ഐ അല്ലേ. ഇവിടെ എന്താണ്? 0 മൈനസ് ഐ അല്ലേ. അപ്പോൾ മോഡ് ഇസഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് കണ്ടുപിടിക്കുക. 0 സ്ക്വയർ പ്ലസ് ഐയുടെ കൂടെയുള്ള നമ്പർ, ഐയുടെ കൂടെ 1 ആണ്. സോ 1 സ്ക്വയർ. 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര വരും? റൂട്ട് 1 എന്ന് വരും. സോ 1. ഇനി മോഡ് ഇസഡ് ബാർ എന്ത് തന്നെയായിരിക്കും നോക്കാം. റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് ഇവിടെ -1 ആണ്. സോ -1ൻ്റെ സ്ക്വയർ. എന്ത് കിട്ടൂടാ? റൂട്ട് ഓഫ് 0യുടെ സ്ക്വയർ 0 തന്നെ, -1ൻ്റെ സ്ക്വയർ 1. സോ റൂട്ട് 1 തന്നെ എന്ത് തന്നെ കിട്ടും? 1. സോ നമുക്ക് എന്ത് കിട്ടി? ദെയർഫോർ z is equal to mod z is equal to mod z bar. Hence proved. നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? ചെയ്ത് കാണുമായിരിക്കും, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 4 മാർക്കും സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നലെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചാൽ 4 മാർക്കിന്. വീണ്ടും ചോദിച്ചത് ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്നലെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, സെയിം നമ്പർ, മാറിയിട്ട് പോലുമില്ല. ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ഇനീക്വാളിറ്റി? തന്നിരിക്കുന്നതിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. സോ നമുക്കത് എടുത്തെഴുതാം. ഫസ്റ്റത്തെ എടുത്തെഴുതാം. 4x + 3 < 5x + 7. സോ എക്സിൻ്റെ ടൈം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എന്ത് ചെയ്യടാ? 4x - 5x < 7. ഈ +3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3. സോ 4x 5x കുറയ്ക്കുമ്പോൾ -x < 4. എക്സിൻ്റെ ടൈം നെഗറ്റീവ് ആണ്. സോ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആക്കുക. സോ എക്സ് ഗ്രേറ്റർ ദാൻ -4 എന്ന് കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ -4 എന്ന് കിട്ടും. സോ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം നമുക്ക്? ദെയർഫോർ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? -4നേക്കാൾ വലിയ എക്സുകൾ, -4നേക്കാൾ വലിയ എക്സുകൾ എന്നല്ലേ. സോ ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ -4 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, -4 തൊട്ട് ഇൻഫിനിറ്റി വരെ. സോ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, -4 തൊട്ട് ഇൻഫിനിറ്റി വരെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് ചെയ്യാം. ത്രീ ഇൻറ്റു x - 2 by 5 < or = 5 × 2 - x by 3. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, അകത്തേക്ക് ഇൻറ്റു ചെയ്യുക, അങ്ങനെ നമുക്ക് എക്സ് കിട്ടും. ആദ്യം ഇവിടെ 3 അകത്തേക്ക് ഇൻറ്റു ചെയ്യുവാണ്. അപ്പോൾ എന്ത് കിട്ടും? 3x - 2 by 5. സോറി, 3x - 2 അല്ലല്ലോ. 3x മൈനസ് ഇവിടെ 3 × x പിന്നെ 3 × 2. 3x - 6 by 5 ഈ < or = ഇവിടെ 5 അകത്തേക്ക് ഇൻറ്റു ചെയ്യുക. 5 × 2 10 മൈനസ് 5x by 5. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ട് സൈഡും ഇവിടെ 3 ആല്ലേടാ, അല്ലെങ്കിൽ രണ്ട് സൈഡും ഈ ഡിനോമിനേറ്റർ വെച്ച് അങ്ങ് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ട് സൈഡും ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്റർ വെച്ച് അങ്ങ് ഇൻറ്റു ചെയ്യുവാണേ. അതാണ് എപ്പോഴും എല്ലാവർക്കും എളുപ്പം. താഴത്തുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5 3 വെച്ച് രണ്ട് സൈഡ് ഇൻറ്റു ചെയ്യുന്നു. 5 3 വെച്ച്. സോ 5 ഇവിടെ കട്ട് ചെയ്ത് കളയാം, 3 ഇവിടെ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള എന്തൊക്കെ വരും? 3x - 6 × 3 < or = 10 - 5x × 5. അകത്തേക്ക് 3 ഇൻറ്റു ചെയ്യ്. 3 × 3 9x മൈനസ് 3 × 6 18 < or = 5 × 10 50 മൈനസ് 5 × 5 25x. സോ ഇവിടെ എന്ത് വരും? 9x. ആ -25x ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകൂടാ? +25x < or = ഇവിടെ 50 ഉണ്ട്. ഈ -18 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? +18. അപ്പോൾ ഇത് 9ഉം 25 കൂടെ കൂട്ടുമ്പോൾ 34x എന്ന് വരും. അതേ ക്വസ്റ്റ്യൻ 68. ഇവിടെ x < or = 68/34 എന്ന് വരും. സോ x < or = 2 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. സോ x < or = 2 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. സോ സെക്കൻഡിന് ആൻസർ കഴിഞ്ഞില്ലേ? സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ കൂടെ എഴുതി വെക്കാം. സൊല്യൂഷൻ = 2നേക്കാളും ചെറിയ എക്സുകളല്ലേടാ. അപ്പോൾ ഇത് -∞ തൊട്ട് 2 വരെ. 2ൻ്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ്, കാരണം -∞ തൊട്ട് 2 വരെ എന്നാണ്, കാരണം 2നേക്കാൾ ചെറിയ എക്സുകളാണ്. ഇനി അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നമ്പർ ലൈൻ, റിയൽ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈൻ വരയ്ക്കാനാണ്. സോ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. തേർഡ് അല്ലേടാ? യെസ്, തേർഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ എഴുതാം. വൃത്തിയുള്ളൊരു നമ്പർ ലൈൻ വരയ്ക്കുക.
2 അല്ലേ? സോ 2 അടയാളപ്പെടുത്തി ഇങ്ങോട്ടേക്ക് 1 0 -1 1 3 4 അങ്ങനെ അടയാളപ്പെടുത്തുക. എന്താണ് മക്കളെ നമുക്ക് ചെയ്യേണ്ടത്? ഇവിടെ 2 തൊട്ട് ഇങ്ങോട്ടേക്ക് അല്ലേ ഇങ്ങനെ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക. 2ൻ്റെ അവിടെ ഒന്ന് കറുപ്പിച്ച് വരച്ചേക്കുക. കാരണം ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്കും 2ഉം കൂടെ ഉൾപ്പെടും. അപ്പോൾ 2ൻ്റെ അവിടെ കറുപ്പിച്ച് വരയ്ക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞു വിട്ടതാണ്. സോ അതേപോലെ തന്നെ വരച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, പെർമിറ്റേഷൻ കോമ്പിനേഷൻ അതിൻ്റെ അകത്തായിരുന്നു മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം അതേ ക്വസ്റ്റ്യൻ തന്നെ, അതേ സംഭവം തന്നെ ചോദിച്ചിരിക്കുന്നത്. എന്ത് കിട്ടിക്കാണും? ഫസ്റ്റത്തെ ആൻസർ NC7 = NC5 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. therefore n = താഴത്തെ ഈ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 7ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് n കിട്ടും. 7 + 5 12 എന്ന് കിട്ടിയെങ്കിൽ ഫസ്റ്റത്തെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ 1 മാർക്ക് കിട്ടിക്കാണും. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താടാ? 4 കാർഡ് ഡ്രോൺ ചെയ്യുന്നു. 52 കാർഡിൽ നിന്ന് 4 എണ്ണം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3 റെഡും 1 ബ്ലാക്കും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സിമ്പിൾ പരിപാടിയാണ്. 4 കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ റെഡ് എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ റെഡ് എന്ന് പറയുമ്പോൾ 26 ഉണ്ടല്ലേ. സോ 26 റെഡിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം എടുക്കാം? 3 റെഡ് എടുക്കുക. 26 നിന്ന് 3 എണ്ണം എടുക്കുക. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ബാക്കി ഒരെണ്ണം ബ്ലാക്ക് കാർഡിൽ നിന്ന്. ബ്ലാക്ക് കാർഡ് എത്ര ഉണ്ട്? 26 നിന്ന് ഒരെണ്ണം എടുത്താൽ മതി. സോ ഇതുവരെ നമ്മുടെ ആൻസർ. ഇങ്ങനെ എഴുതി വെച്ചാലും മതി, എങ്കിലും അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ 26C3 എനിക്ക് തോന്നുന്നു വലിയ നമ്പർ വരുമെന്ന് തോന്നുന്നു കേട്ടോ. 26C3 എന്ന് പറയുമ്പോൾ 26C3 ഇല്ല, കുഴപ്പമില്ല. 2600 × 26 എത്ര വരുവാടാ? 2600 × 26 67,600 എന്ന് വരും. 67,600 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. സെക്കൻഡ് അതിൻ്റെ A പാർട്ടായിരുന്നു അല്ലേ. അടുത്ത B പാർട്ട്. എക്സാക്ട്ലി 3 A's 3 A's കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? AC നിന്ന് 3 എണ്ണം എടുക്കണം. സോ എത്ര A's ഉണ്ട്? 4 A's ഉണ്ട്. അതിൽ നിന്ന് 3 എണ്ണം എടുത്തു. ടോട്ടല് നമുക്ക് എത്ര എണ്ണം എടുക്കണം? 4 കാർഡ് എടുക്കണം. കണ്ടല്ലോ. അപ്പോൾ 4 AC നിന്ന് 3 A's നമ്മൾ എടുത്തു. ഓക്കെ, 4 എണ്ണം എടുക്കണം. ബാക്കി എവിടെ നിന്ന് എടുക്കണം? ബാക്കി 48 കാർഡില്ലേടാ, അതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ, 4C3 എത്ര കിട്ടും? 4C3 4 × 48. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്ത് 4C3 × 48C1 എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, $192 എന്ന് കിട്ടും ആൻസർ. 192. ഓക്കെ, അത് കഴിഞ്ഞു. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പെർമിറ്റേഷൻ ചോദിച്ചാൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്നായിരുന്നു മക്കളെ. സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്. ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇത് സെയിം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ NCC NSS ആയിരുന്നു. ഇവിടെ NCCക്ക് വരെ NSSന് വരെ SPC എന്നുള്ളത് കേട്ടോ. സോ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. 30 പേര് NCC ഒപ്റ്റ് ചെയ്തു. സോ NCCക്ക് ഞാൻ NCCക്ക് ഞാൻ A എന്ന് കൊടുക്കുന്നേ, SPCക്ക് B എന്ന് കൊടുക്കുന്നു, എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ P of NCC എടുത്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ P of A അല്ലേ, NCCയുടെ ലെറ്റർ A അല്ലേ. എത്ര പേരാണ്? 30 പേര് NCC ഒപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമുക്ക് വേണ്ടത് ബൈ ടോട്ടൽ. നമുക്ക് വേണ്ടത് NCCയുടെ എണ്ണം അല്ലേ, NCCയുടെ എണ്ണം ബൈ ടോട്ടൽ. സോ 30/60 അങ്ങനെ ഇട്ട് കൊടുക്കാം. വെട്ടിക്കളയാം. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അടുത്ത നോക്കി, SPC ഒപ്റ്റഡ് 32 പേര് SPC ഒപ്റ്റ് ചെയ്തു. സോ P of SPC എന്ന് പറഞ്ഞാൽ P of B അത് എത്ര പേരാടാ? 32 പേര് SPC. അടുത്ത 24 പേര് ബോത്ത് NCC ആൻഡ് SPC. സോ P of ബോത്ത് NCC ആൻഡ് SPC. ഇതൊക്കെ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ.
എൻ സി സി ആൻഡ് എസ് പി സി. എടാ എൻ സി സി ആൻഡ് എസ് പി സി. എൻ സി സിക്ക് ലെറ്റർ ഏതാണ്? എ. എൻ സി സിയുടെ ലെറ്റർ എ ആണ്. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ. എസ് പി സിയുടെ ലെറ്റർ ബി. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് 24/30. 30 60. 24/60. ഓക്കെ, അത്ര എഴുതി. ഇനി വൺ ഓഫ് ദി സ്റ്റുഡൻറ് ഈസ് സെലക്ടഡ് റാൻഡം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ് ഓപ്റ്റഡ് ഫോർ എൻ സി സി ഓർ എസ് പി സി ആണ് നമ്മളോട് ചോദിച്ചത്. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എടുത്ത് മറിച്ച് നോക്കിയാൽ മതി. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. സോ ഫസ്റ്റത്തത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പി ഓഫ് എൻ സി സി ഓർ എസ് പി സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേടാ. എൻ സി സി ഓർ എസ് പി സി. എന്ത് ചെയ്യാം? എൻ സി സിയുടെ ലെറ്റർ ഏതാണ്? പി ഓഫ് എ. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ ബി. എ ഓർ ബി, എ യൂണിയൻ ബി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇക്വേഷൻ എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ പി ഓഫ് എ നമുക്കറിയാം 30/60 പ്ലസ് 32/60 മൈനസ് 24/60 അല്ലേടാ. സോ ഇതെല്ലാം കൂടെ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. സോ 60 കോമൺ ആയിട്ട് എടുക്കാം. 30ഉം 32ഉം 62. 62ൽ നിന്ന് 24 കുറച്ചാൽ 24, 44, 44, 54, 38 അല്ലേ. സോ കട്ട് ചെയ്യുമ്പോൾ 19/30 എന്ന് കിട്ടും. കട്ട് ചെയ്യാതെ നമുക്ക് എഴുതാം. 19/30 എന്ന് കിട്ടും. 19/30 എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഫസ്റ്റത്തെ. സെക്കൻഡ്, എൻ സി സി നെയ്തർ എൻ സി സി നോർ എസ് പി സി. നെയ്തർ എൻ സി സി നോർ എസ് പി സി കണ്ടല്ലോടാ മക്കളെ. നെയ്തർ എൻ സി സി നോർ എസ് പി സി. അപ്പോൾ ഇതെന്ത് ചെയ്യാം? സെക്കൻഡിൻ്റെ ആൻസർ പി ഓഫ് നെയ്തർ എൻ സി സി നോർ എസ് പി സി എന്ന് പറയുമ്പോൾ എൻ സി സിയും വേണ്ട, എൻ സി സി വേണ്ട, ആൻഡ് എസ് പി സിയും വേണ്ട. കോംപ്ലിമെൻ്റ് ആണ്. ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ ബേസിക് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നെയ്തർ നോർ പറയുമ്പോൾ കോംപ്ലിമെൻ്റ് ആണ്, ഇൻ്റർസെക്ഷൻ ആണ് അവിടെ. സോ ഇതിനെങ്ങനെ എഴുതാം? ഹോൾ കോംപ്ലിമെൻ്റ് ഇട്ട് എഴുതാം. കാരണം അത് ഡി മോർഗൻസ് ലോ ആണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. എന്തിൻ്റെങ്കിലും കോംപ്ലിമെൻ്റ് ചോദിച്ചാൽ ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യാം. ഒന്നിൽ നിന്നും ഒറിജിനൽ ആ എ യൂണിയൻ ബി മൈനസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ 1 മൈനസ് എ യൂണിയൻ ബി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 19/30. സോ എത്ര വരും? 30 മൈനസ് 19/30 11/30 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, 11/30 എന്ന് കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടാം. തേർഡ് ക്വസ്റ്റ്യൻ, എസ് പി സി ബട്ട് നോട്ട് എൻ സി സി. തേർഡ്, പി ഓഫ് എസ് പി സി ബട്ട് നോട്ട് എൻ സി സി അല്ലേടാ. എസ് പി സി ബട്ട് നോട്ട് എൻ സി സി. യെസ്, ഇത് എഴുതാനായിട്ട് ഇത്രയേ ഉള്ളൂ. പി ഓഫ് എസ് പി സിയുടെ ലെറ്റർ ബി അല്ലേ. എസ് പി സി ബി അല്ലേ. ബി വേണം പക്ഷേ എ വേണ്ട. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ബി വേണം പക്ഷേ എ വേണ്ട. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇത്രയേ ഉള്ളൂ. പി ഓഫ് കോംപ്ലിമെൻ്റ് ഇല്ലാത്ത സാധനത്തിൽ നിന്ന് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യുക. എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ എ. കോംപ്ലിമെൻ്റ് ഇല്ലാത്ത, ഇവിടെ കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ബി അല്ലേ, അതിൽ നിന്ന് അതിൻ്റെ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? പി ഓഫ് ബി നമുക്കറിയാം. പി ഓഫ് ബി 32/60 നിന്ന് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എത്രയാടാ? 24/60 കുറയ്ക്കുക. അപ്പോൾ 8/60 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. കട്ട് ചെയ്ത് കളയാം. 4/30 വീണ്ടും കട്ട് ചെയ്യാം. 2/15. കട്ട് ചെയ്തില്ലെങ്കിലും 8/60 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നായിരുന്നു. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കുറച്ച് കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. 4 മാർക്ക് ഇവിടെ. ഓക്കെ, കൺസിഡർ ദ സ്ട്രെയിറ്റ് ലൈൻ x - 3y + 4 = 0. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അങ്ങനെ എടുത്ത് എഴുതാം. x - 3y + 4 = 0. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. അപ്പോൾ മക്കളെ ഇവിടെ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഈ ലൈൻ്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇത് വേണമെങ്കിൽ L1 എന്ന് വിളിക്കാം നമുക്ക്. ഈ ലൈനിനെ ഞാൻ L1 എന്ന് വിളിക്കുന്നു.
അപ്പോൾ L1ൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് L1 എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? സ്ലോപ്പ് ഓഫ് L1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M അല്ലേ? M ആണ് സ്ലോപ്പ്. ഫസ്റ്റത്തേൻ്റെ ആണ് ഞാൻ M1 എന്ന് എഴുതാം. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -a/b. ഇതാണ് ഇക്വേഷൻ. മൈനസ് എ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1/b എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യൻറ്റ് -3. സോ മൈനസ് വെട്ടിക്കളയുമ്പോൾ 1/3 ആണ് നമ്മുടെ ഫസ്റ്റത്തേൻ്റെ സ്ലോപ്പ്. ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? കഴിഞ്ഞിട്ടില്ല. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. തന്നിരിക്കുന്ന ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ലൈൻ. അപ്പം നമുക്ക് മറ്റേ ലൈൻ എന്ന് പറയുമ്പോൾ L2 എന്ന് കൊടുക്കാം. സോ സ്ലോപ്പ് ഓഫ് L2 മറ്റൊരു ലൈൻ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. എന്താണ് മക്കളെ? M1 × M2 = -1 അല്ലേ? അപ്പോൾ നമുക്ക് M2 എന്ന് പറഞ്ഞ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ലോപ്പ് ഓഫ് L2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ M1 × M2 = -1. സ്ലോപ്പിൻ്റെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് M1 × M2 = -1. സോ ഇവിടെ M1 എത്രയാണ്? M1 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടി 1/3. സോ 1/3 × M2 = -1. സോ M2 = ഈ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 × 3. അപ്പോൾ M2 കിട്ടും -3. സോ ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത് ഇത്രയൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റത്തെ ഇങ്ങനെ കണ്ടുപിടിക്കുക 1/3. എന്നിട്ട് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് തിരിച്ചിട്ടിട്ട് ഒരു നെഗറ്റീവ് ഇടുക. നെഗറ്റീവ് ഓഫ് ഇതിൻ്റെ റെസിപ്രോക്കൽ ഡയറക്റ്റ് എഴുതാം കേട്ടോ മക്കളെ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ -a/b. പെർപെൻഡിക്കുലർ ഓഫ് മറ്റേ ലൈൻ കണ്ടുപിടിക്കാനാണെങ്കിൽ നെഗറ്റീവ് ഓഫ് ദിസ് റെസിപ്രോക്കൽ. ഇത് തിരിച്ചിടുക 3/1. അതിൻ്റെ ഒരു നെഗറ്റീവ് ഓപ്പോസിറ്റ് സൈൻ. കണ്ടല്ലോ, സിമ്പിളായിട്ട് കിട്ടും. ഞാൻ സ്റ്റെപ്പ് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദി എബവ് ലൈൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദി എബവ് ലൈൻ പാസിംഗ് ത്രൂ 1, 2. ഓക്കെ, പാസിംഗ് ത്രൂ 1, 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ഇക്വേഷൻ ഓഫ് L2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് L2. കണ്ടല്ലോ, അതുകൊണ്ടാണ് L2 L1 എന്ന് കൊടുത്തത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് കടന്നു പോകുന്ന 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് കൂടിയാണ്. സോ പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് എത്രയാണ്? പോയിന്റ് 1, 2 അല്ലേ? സ്ലോപ്പ് M2 അല്ലേ? M2 എത്രയാണ്? -3. സോ പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? y - y1 = m × x - x1 എന്നല്ലേ? അങ്ങ് ഇട്ട് കൊടുക്ക്. y - y1 y1 x1 എന്ന് ഇവിടെ അറിയാം നമുക്ക്. x1 y1. സോ ഇട്ട് കൊടുത്തേ y - y1 2 ആണ്. m എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലോപ്പ് -3 ആണ്. സോ -3 × x - x1 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ y - 2 = -3 അകത്തേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ -3x + 3 എന്ന് കിട്ടും. എല്ലാം കൂടി ഇപ്പുറത്തേക്ക് എടുക്കാം. സോ 3x + y. ഈ -2 ഇവിടെ കിടപ്പുണ്ട്. ഈ -3 ഇപ്പുറത്ത് വരുമ്പോൾ -3 ആകും അല്ലേ? അപ്പോൾ ഇവിടെ -2 - 3 എത്രയാടാ? -5 = 0 എന്ന് കിട്ടി നമ്മുടെ ഇക്വേഷൻ. 3x + y - 5 = 0 എന്ന് കിട്ടി. ഓക്കെ, അതാണ് സെക്കൻഡിൻ്റെ ഇക്വേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഗിവൺ ലൈൻ ആൻഡ് ദ ലൈൻ ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് 2. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ലൈനും നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ലൈനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. രണ്ട് ലൈൻ തമ്മിൽ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ, ഈ രണ്ട് ലൈൻ തമ്മിൽ ഇന്റർസെക്ഷൻ. സോ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ L1, ഇത് നമ്മുടെ L2 എന്ന് പറയുന്ന ലൈൻ. അത് തമ്മിൽ കൂട്ടിമുട്ടി ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് തമ്മിൽ സോൾവ് ചെയ്താൽ മതി. ഫസ്റ്റത്തെ L1 എന്ന് പറയുന്ന ലൈൻ എന്താണ്? L1 എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ 3 - x - 3y + 4. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ലൈൻ x - 3y + 4 = 0. സെക്കൻഡ് ലൈൻ ഇപ്പം കിട്ടി നമുക്ക് 3x - y. സെക്കൻഡ് ലൈൻ 3x - y 3x + y - 5 = 0 അല്ലേ? x - 3y + 4 = 0. ഓക്കെ, ഈ രണ്ട് ലൈൻ തമ്മിൽ കൂട്ടിമുട്ടിയ ലൈൻ കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ മക്കളെ തമ്മിൽ സോൾവ് ചെയ്യുക. സോ ഇവിടെ 3x + y - 5 = 0 ആണ് ഒരെണ്ണം. മറ്റേത് x - 3y + 4 = 0 ആണ്. ഇവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഒരേപോലെ ആക്കുക, ഒരേ ടേം ആക്കുക. പണ്ട് നമ്മൾ സോൾവ് ചെയ്ത പോലെ
ഒന്നെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 3x കിട്ടും, അല്ലെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 3y കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റത്തേനെ 3 കൊണ്ടങ്ങ് ഇൻറ്റു ചെയ്യുന്നു. ഫസ്റ്റത്തേന് ഇതിനെ ഞാൻ 3 കൊണ്ടങ്ങ് ഇൻറ്റു ചെയ്യുന്നു. എന്നിട്ടൊന്ന് എടുത്ത് എഴുതിക്കേ. ദേ ഫസ്റ്റത്തേന് ഇത് ഫുള്ള് 3 കൊണ്ട് ഇൻറ്റു ചെയ്യുവാണേ. അപ്പോൾ ഇതെന്താകും 9x + 3y - 15 = 0. രണ്ടാമത്തെ അതേപോലെ തന്നെ എഴുതുന്നത് x - 3y + 4 = 0. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് 3x ആക്കിയിട്ട് മൈനസ് ചെയ്യാം. ഞാനിവിടെ ഇത് ഇതേപോലെ ആക്കി, കാരണം ഇവിടെ +3 -3 കട്ട് ചെയ്ത് പൊക്കോളും കേട്ടോ. അതിന് വേണ്ടിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇത് തമ്മിൽ ആഡ് ചെയ്യാം. 9ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര x ആയി? 10x. ഇത് തമ്മിൽ കട്ട് ചെയ്ത് കളയാം അല്ലേ. -15ഉം +4ഉം -11 = 0. സോ 10x = -11 അപ്പുറത്തെടുക്കുമ്പോൾ 11. സോ x = 11/10 എന്ന് കിട്ടും. അതാണ് നമ്മുടെ x, 11/10. ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ y കിട്ടാൻ. ഓക്കെ, ഞാനിത് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കാം. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തേ. x - 3y + 4 = 0. x എത്രയാടാ? 11/10 - 3y + 4 = 0. ഓക്കെ, x - x 11/10 അല്ലേ. സോ 11/10 - 3y + 4 = 0. ഈ 10 ഇവിടെ LCM ആയിട്ട് എടുക്കാം. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന 10 വെച്ച് എല്ലായിടത്തും ഇൻറ്റു ചെയ്യും. ഇവിടെ ×10 ×10 ×10 ×10 LCM എടുക്കുന്ന പരിപാടി തന്നെ കേട്ടോ മക്കളെ. അപ്പോൾ ഇവിടുത്തെ 10ഉം 10ഉം പോയി. സോ ഇവിടെ 11 - 30y + 40 = 0. 40ഉം 11ഉം കൂടെ ആഡ് ചെയ്യാം അല്ലേ. 40ഉം 11ഉം 51 - 30y = 0. സോ 51 = -30y അപ്പുറത്ത് പോകുമ്പോൾ +30y. സോ ഈ 30 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 51/30 = y എന്ന് കിട്ടും. കട്ട് ചെയ്യാം അല്ലേ, 3 വെച്ച് കട്ട് ചെയ്യാം. സോ y എത്ര കിട്ടും? 51നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 17/30നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. സോ 17/10 എന്ന് കിട്ടും നമ്മുടെ എക്സും വൈയും. ദെയർഫോർ നമ്മുടെ പോയിന്റ് എന്ത് കിട്ടി? ദെയർഫോർ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലേ. ദെയർഫോർ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലേടാ. യെസ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈക്വൽ ടു നമ്മുടെ XY. എക്സ് എന്താടാ? 11/10, 17/10. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കണ്ടല്ലോ, ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ നിങ്ങളത് ചിന്തിച്ച് കാണത്തില്ല. പക്ഷേ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് പിടിക്കാൻ പറഞ്ഞാൽ തമ്മിൽ സോൾവ് ചെയ്തെടുത്താൽ മതി. പിന്നെ 16ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇപ്പം ചെയ്ത പോലെ തന്നെ കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കാര്യം വളരെ എളുപ്പമാണ് കേട്ടോ. നോക്കിയടാ, ഇക്വേഷൻ ഓഫ് ദി പരാബോള y² = 8x തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പരാബോള സർക്കിളിൽ മിക്സ് ചെയ്ത് തന്നിരിക്കും ഒറ്റ ഫിഗർ തന്നെ. ഇത് പരാബോളയാണ്, 8x എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഫോക്കസ്, എസ് എന്ന് പറയുന്ന ഫോക്കസ് കണ്ടുപിടിക്കുക. ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കുക. വലിയ കാര്യമൊന്നുമില്ലടാ. y² = 8x അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. y² = 8x ആണെങ്കിൽ അത് ഏത് പരാബോളയാണ്? y² = 4ax എന്ന പരാബോളയല്ലേ. അങ്ങനെയാണെങ്കിൽ 4a എത്രയാണ്? 8 അല്ലേ. സോ 4a = 8 എന്ന് കിട്ടിയില്ലേ. അപ്പോഴേ നമുക്ക് എഴുതി 4a എന്ന് പറയുന്നത് ലാറ്റസ് റെക്റ്റം അല്ലേ. ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ തന്നെ എന്താടാ? 4a കിട്ടിയില്ലേ. എത്രയാണ്? 8. ഒരെണ്ണം കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കിട്ടി. ഫോക്കസ് കണ്ടുപിടിക്കണം. സോ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ എ വേണം. എ എത്ര കിട്ടും ഇവിടുന്ന്? 8/4. സോ 2 കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഫോക്കസ് എന്താണ്? ഫോക്കസ് എന്ന് പറയുന്നത് A0 അല്ലേ, അല്ലേടാ? ഫോക്കസ് എന്ന് പറയുന്നത് A0 അല്ലേടാ. യെസ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എ എത്രയാണ്? 2,0. ഫോക്കസും കിട്ടി. ഫസ്റ്റത്തെ ആൻസർ വളരെ എളുപ്പം കിട്ടും നമുക്ക്. യെസ്. രണ്ടാമത്തെ ആൻസർ ആയിരിക്കും കുറച്ച് നിങ്ങളെ ചിന്തിപ്പിച്ചത്. ഓക്കെ, ഇവിടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം പരാബോള ഓഫ് ദി കോഡ് സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ. മക്കളെ സെൻറ്റർ ഒറിജിൻ ആണ്, നോക്കിക്കോണേ, സെൻറ്റർ ഒറിജിൻ ആണ്. സോ ഇത് 0 0. നമുക്ക്
ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാനായിട്ട് സെൻറ്റർ ഒറിജിൻ ആയിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. x² + y² = r². എന്ന് പറയാൻ റേഡിയസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇട്ട് കൊടുത്താൽ മതി. സോ x² + y² = റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസറായി. അത് എത്രയെന്ന് കണ്ടുപിടിക്കുക എന്നാണ് ഇതിൻ്റെ അകത്തെ പരിപാടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം നോക്കിക്കോണേ. എനിക്കിപ്പോൾ ദേ ഈ പോയിന്റ് ഫോക്കസ് 3Tയുടെ 20 എന്ന് പറയുമ്പോൾ ദേ ഈ എസ് എന്ന് പറയുന്നതിലെ ഫോക്കസ് അത് കിട്ടി എനിക്ക് 20. ഇനി വേറെന്താടാ, ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എത്രയാണ്? 8. സോ ഇത് ഫുൾ 8ആണ്, ഇത് ഫുൾ 8ആണ്. ഫോക്കസ് കൂടെ കടന്നു പോകണ ആ ലൈനാണ് ലാറ്റസ് റെക്റ്റം. ഇത് ഫുൾ 8 ആണെങ്കിൽ ഈ പകുതി എത്രയാടാ? പകുതി 4 അല്ലേ? സോ ഇവിടം തൊട്ട് ഇവിടം വരെ 4 അല്ലേ? അപ്പോൾ ഇതേ ഇവിടം തൊട്ട് ഇവിടം വരെ 4 കിട്ടി, ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്? കാരണം ഇവിടെ 2 ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ 2 അല്ലേ? സോ ഈ ലെങ്ത് 2 എന്ന് കിട്ടി. എടാ അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ ഇതിങ്ങനെ ഒരു ലൈനും കൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് റേഡിയസ് അല്ലേ വേണ്ടത്? റേഡിയസ് ആണ് വേണ്ടത്. സോ ഞാൻ ഇവിടെ ദേ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാടാ, ദേ ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ? കണ്ടോടാ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ കണ്ടോടാ മക്കളെ, അല്ലേ? 2ഉം 4ഉം കിട്ടി. ഹൈപ്പോട്ടൻസ് കണ്ടുപിടിച്ചാൽ പോരെ? ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ്² + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പൈതഗോറസ് തിയറം അല്ലേ? = ഹൈപ്പോട്ടൻസ് സ്ക്വയർ. ഇവിടെ ബേസ് എത്രയാണ്? ബേസ് 2. സോ 2² + ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡ് 4. സോ 4² = ഹൈപ്പോട്ടൻസ് സ്ക്വയർ. സോ 4 + 16 അല്ലേ? = ഹൈപ്പോട്ടൻസ് സ്ക്വയർ. 20 എന്ന് കിട്ടും, ഹൈപ്പോട്ടൻസ് സ്ക്വയർ. സോ ഹൈപ്പോട്ടൻസ് എന്ന് പറയുമ്പോൾ √20. അപ്പോൾ നമ്മുടെ ഈ റൂട്ട് ഈ ലെങ്ത് ആണ് നമുക്ക് √20 എന്ന് കിട്ടും. ഈ ലെങ്ത് അല്ലേടാ നമ്മുടെ സർക്കിളിൻ്റെ അതേ റേഡിയസ് അല്ലേ? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ വരെയുള്ള ആ ലെങ്ത് ആണ് ഇതിൻ്റെ റേഡിയസ്. അത് മാത്രമാണ് ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ളത്. സോ റേഡിയസ് ആണ് √20. അപ്പോൾ ഇവിടെ റേഡിയസ് √20 എന്ന് കിട്ടി കാണും. റേഡിയസ് √20. സോ r² എന്ന് പറയുമ്പോൾ √20ൻ്റെ സ്ക്വയർ, അപ്പോൾ 20. സോ ഇവിടെ 20 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. സോ ഇത് ഇച്ചിരി ചലഞ്ചിങ് ആയിട്ട് തോന്നിക്കാണും. ഇതായിരുന്നു മക്കളെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ 8 ക്വസ്റ്റ്യൻ. പിന്നെ അത് ഏതൊക്കെ ചെയ്തു, എത്രയൊക്കെ മാർക്ക് കിട്ടും നിങ്ങൾ നോക്കുക. മോഡൽ എക്സാമിന് മാർക്ക് കുറയുക എന്നുള്ളത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലെ കാര്യം. സോ അത് നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞ് മക്കളെ ഇനി നമുക്ക് തേർഡ് പാർട്ടിലേക്ക് കടക്കാം. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ മക്കളെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പബ്ലിക് എക്സാം വരെ നല്ല തകർത്ത് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.